ആംബുലൻസ് വിളിക്കാൻ പാടില്ല സാർ. എനിക്കൊന്നും ആ സമയത്ത് തോന്നിയില്ല സാർ. പുതിയ പോസ്റ്റിംഗ് അല്ലേ, അതുകൊണ്ടാണ് ഈ ആവേശം. അനക്കം ഉണ്ടായിരുന്നു. അനങ്ങട്ടെ, നിങ്ങളോട് ആരോ പോകാൻ പറഞ്ഞേ? നിങ്ങളുടെ സ്വന്തക്കാരൊന്നും അല്ലല്ലോ. എവിടെയോ കിടന്നവനെ നിങ്ങളുടെ ഇഷ്ടത്തിന് ഇവിടെ കൊണ്ടുവന്നിട്ടു. മനസമാധാനമായിട്ടൊന്ന് ഇരിക്കാൻ സമ്മതിക്കില്ലേ അല്ലേ? ഓ സാറേ, ആദ്യം നിങ്ങളുടെ സ്റ്റേഷനിൽ ജോലി നോക്കൂ. ഇത് വെച്ചോ മുത്തശ്ശി. എന്തിനാ മോനെ, എന്റെ കയ്യിൽ പറ്റിയ രക്തം കൂടി ഉണങ്ങിയില്ല. ആ കുഞ്ഞ് അവിടെങ്ങാനും കിടന്ന് ചത്തുപോയേനെ. അവസാനം എന്റെ മടിയിൽ കിടന്ന് ചത്തു. മോനെ, ആ കിറുക്കം പറഞ്ഞത് നീ കേക്കണ്ട. അവൻ പോലീസുകാരനല്ല, നീ ആ പോലീസുകാരൻ. കുട്ടി, ഈ ഓഡിറ്റർ മോഹന്റെ വീട്? ഒരു മിനിറ്റേ, നിങ്ങളാരാ? മോഹനെ ഒന്ന് കാണായിരുന്നു. അതെന്റെ അച്ഛനാ അങ്കിൾ. ഓ അങ്ങനെയാണോ? വീട് എവിടെയാ മോളെ? എത്ര നേരമായിട്ട് അന്വേഷിക്കാന്നോ? അഡ്രസ് ഇത് തന്നെയല്ലോ, നോക്കിയേ. ഇത് ശരിയാവില്ല. എല്ലാവർക്കും വീതം വെച്ചിട്ട് അവസാനം 3 ലക്ഷം എന്റെ കയ്യിൽ കിട്ടുന്നത്. റിസ്ക് എടുക്കുന്നത് ഞാനാ, നിങ്ങൾ സൂചിച്ചിരുന്ന് സമ്പാദിക്കല്ലേ. ഇല്ല, ഈ ഇടപാട് നമുക്ക് ശരിയാവില്ല. പാർട്ടിയോട് സംസാരിച്ചു, 15 ലക്ഷം എന്ന് പറഞ്ഞിട്ട് അവരൊന്നും മിണ്ടുന്നില്ല. പോലീസിലൊന്നും അറിയിക്കില്ല. അതാ ഞാൻ പറഞ്ഞേ, 15 കിട്ടും, 10 നിങ്ങളെടുത്തു, 5 എനിക്ക് തന്നാ മതി. ഇനി ഒരു സംസാരം വേണ്ട. വേണമെങ്കിൽ പറ, മീൻ ഞാൻ ഐസ് ഫാക്ടറിയിൽ എത്തിക്കാം. വേണ്ടേ? വേണ്ടെങ്കിൽ വിട്ടേക്ക്, ഞാൻ നോക്കിക്കോളാം. എനിക്കറിയാൻ നോക്കാൻ. ഓക്കെ ആണല്ലോ? അവിടെ വരുമ്പോ സ്വഭാവം മാറരുത്. ഞാൻ 15 മിനിറ്റിനകം അവിടെ എത്തും. അളിയ, എന്തിനാ അവനോട് ദേഷ്യപ്പെടുന്നത്? നീ മിണ്ടാതിരിക്കെ, എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. കേറാത്ത് കൃപാലേ, വരുന്ന 13-ാം തീയതി കോൺസ്റ്റബിൾ സെലക്ഷൻ നടക്കുന്നുണ്ടാ. അപ്ലൈ ചെയ്യടാ. എടാ നിക്കടാ. എടാ, ഞാൻ കള്ളത്തരം കാണിച്ച് പാസ്സായതുകൊണ്ടല്ലേ നീ ഫെയിൽ ആയത്. അത് പോട്ടെ, ഇപ്രാവശ്യം നീ അപ്ലൈ ചെയ്യ്, നിനക്ക് ജോലി കിട്ടൂടാ. എടാ, നിന്നോടാടാ ഈ പറയുന്നത്. കൃപാല, നീ എൻ്റെ കൂടെ വാടാ. ഞാൻ എൻ്റെ അമ്മാവനെ പരിചയപ്പെടുത്തരാം. മിനിസ്റ്ററുടെ പി എടാ. 2 വർഷത്തിനുള്ളിൽ എങ്ങനെയെങ്കിലും SI പോസ്റ്റ് കയറാം. നിന്റെ പിച്ചയാ? കൃപാല, നീ അപ്ലൈ മാത്രം ചെയ്താൽ മതി, ബാക്കി ഞാൻ നോക്കിക്കോളാം. നീ നിന്റെ ജോലി നോക്കി പോടാ. നീ എന്താടാ ഇങ്ങനെ? ഞാൻ നിന്റെ ഫ്രണ്ട് അല്ലേ? നീ എന്റെ ഫ്രണ്ട് അല്ല. എന്താടാ ഇങ്ങനെ സംസാരിക്കുന്നത്? ഞാൻ എന്താ ഇപ്പൊ ചെയ്യാ? കഷ്ടകാലത്തിന് ഞാൻ പാസ്സായി പോയി. ഞാൻ പറയുന്നൊന്ന് കേക്കടാ. വെറുതെ സമയം കളയാതെ ഒന്ന് പോടാ. ഹലോ സർ. യെസ് സർ. യെസ് സർ. ഞാൻ എന്താണ് പറഞ്ഞത്? നിനക്ക് എന്താ ഇത്ര ദേഷ്യം? എന്തിനാ TV ഓഫ് ചെയ്തേ? നിങ്ങൾക്ക് തുടക്കണേ തുടച്ചിട്ട് പോയാ പോരെ? അതേടാ, രാവിലെ മുതൽ ഇവിടെ കുത്തിയിരുന്ന് ഇങ്ങനെ TV കണ്ടോണ്ടിരുന്നോ? പുറത്തു പോയി വല്ല പണി നോക്കിക്കൂടെ? ചുമ്മാ വീട്ടിലിരുന്ന് ഇങ്ങനെ. ചുമ്മാ വീട്ടിലിരുന്ന് എന്താ പറയാൻ വന്നേ? പറ. വെറുതെ ഇരുന്ന് തിന്നുവാണെന്നാണ് പറയാൻ അത് വന്നേ? തന്നെയാടാ, അടുത്ത വീട്ടിലെ ചെറുക്കനെ നോക്കി പഠിക്കേ. കോളനിയിൽ അവനെ പറ്റിയ സംസാരം. അവനെ എന്നെ കമ്പയർ ചെയ്തെന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഞാൻ. അവനുമായിട്ട് കമ്പയർ ചെയ്തല്ലടാ, അടുത്ത പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാൻ വേണ്ടി നിന്നോട് പഠിക്കാനല്ലേ പറഞ്ഞുള്ളൂ. എന്ത് എക്സാം എഴുതുന്ന കാര്യമാണ്? SI സെലക്ഷൻ 3 വർഷം കഴിഞ്ഞേ ഉള്ളൂ. വേണ്ട, ഹെഡ് കോൺസ്റ്റബിളിന്റെ പോസ്റ്റിലേക്ക് നോക്ക്. എന്ത്? ഞാൻ ഹെഡ് കോൺസ്റ്റബിൾ ആയിട്ട് SIക്ക് സല്യൂട്ട് ചെയ്യണമെന്നാണ് പറയുന്നത്. അതിലിപ്പോ ഇത് ഞാൻ ചാവുന്നതാണല്ലോ. സല്യൂട്ട് അടിച്ചിട്ടല്ലേടാ മാസം 10,000 രൂപ വീട്ടിൽ കൊണ്ടുവരുന്നത്. നീ എന്താ ചെയ്തത്? നിന്നെ കൊണ്ട് കാലടക്കി പ്രയോജനമുണ്ടോ? വീട്ടില് നടക്കുന്നു. കൃപാലേ, അളിയാ, ഗുഡ് മോർണിംഗ്. എടാ, അത് വൈകുന്നേരം. എടാ പൊട്ട, നീ അവിടെ ചുമ്മാ ഇരിക്കും. ഓ, ഇരുത്തും ഇരുത്തും. അളിയാ, നീ ഒരു കാര്യം അറിഞ്ഞു? നമ്മുടെ സത്യനെ യൂണിഫോം ഇട്ടിട്ട് 4 പേരെ അടിച്ച് കീറിക്കളഞ്ഞു. കത്തിണ്ടായിരുന്നു അവന്മാരുടെ കയ്യില്. എന്നിട്ട് നമ്മുടെ ആള് പേടിച്ചില്ല. PP മാത്രം ഊതിയില്ല. കൃപാലേ, എന്താടാ സൈഡ് ഡിഷ് ഒന്നുമില്ലേ? സൈഡോ? അതല്ലേ പൂരം.
സത്യൻ ഈ സൈഡ് നിൽക്കണം, കൃപാൽ ആ സൈഡ്. ഇടയ്ക്ക് ടൈമിന് കൺഫ്യൂഷനായി. ഇപ്പോഴൊക്കെ മച്ചാൻ ഫുൾ ടൈം പാമ്പാ. ജബ്ബാർ ഇവിടുന്ന് പോവാൻ നോക്ക്. ഏ? 4 പേരോടും കൂടിയാ ഞാൻ പറയുന്നേ. എന്താടാ സത്യം പറഞ്ഞപ്പോ നിന്റെ കിക്ക് ഇറങ്ങി പോയോ? അളിയാ ഇവന് സത്യനോട് അസൂയാടാ, അതുകൊണ്ടാ. എവിടെ? ദാ അവിടെ. അളിയാ കണ്ടില്ല അവൻ എന്നെ അടിച്ചു. എവിടെടാ അവൻ? എടാ എടാ വേണ്ട വിടടാ. ദാ, അതുപോലെ എവിടെടാ? ദാണ്ട്രാ. എന്താടാ SI അറസ്റ്റ് ചെയ്യാൻ വേണ്ടി കൂട്ടിക്കൊണ്ടുവന്നാണോ? എടാ റാസ്കൽ, ഞാൻ നിന്റെ ഫ്രണ്ട് അല്ലടാ. നിനക്ക് എന്താ പറ്റിയത്? അവന്റെ മുഖത്തേക്ക് നോക്കടാ, നോക്കടാ. ഇങ്ങനെയാണോ തല്ലുന്നത്? നിനക്ക് എന്നോടല്ലേ ദേഷ്യം? എന്നെ അടിക്കടാ, അടിക്കണേ. ഏയ് സത്യ, അവന് ബോധമില്ലാതിരിക്കുക, നീ അങ്ങോട്ട് പോ. എന്താണ് ചിരിച്ചത്? എന്തിനാണ് ചിരിച്ചത്? ഇനി നീ ചിരിച്ചാൽ നിന്നെ ഞാനിന്ന് വെക്കടാ, എന്റെ ദേഹത്ത് കൈ വെക്കടാ, വെക്കടാ. എടാ ഞാൻ അറിയാതെ നിന്നോട് പോടാ. ദയ അറിയാം. അറിയില്ല. ദയ നോക്കി നിൽക്കാതെ അങ്ങോട്ട് വിളമ്പി കൊടുക്ക്. ചിക്കനോ മട്ടനോ ഉണ്ടാക്കാൻ മേലായിരുന്നോ? അച്ഛൻ കഴിച്ചു വെച്ചാ? ഞാൻ കഴിക്കാൻ പോലെ നീ കഴിക്ക്. വയറ് നിറച്ച് കഴിക്ക്. ആ എടിയാ ഫോൺ എടുക്ക്. മോനെ നീ കഴിക്ക്. ആ ഫോൺ ഇങ്ങോട്ട് താടി. ഹലോ സാർ. സാർ? യെസ് സാർ. യെസ് സാർ. സാർ എന്താ മോനെ? ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്ന പാർത്ഥിവിനെ കൊന്നു. അച്ഛാ, അവന് 10 മാസം പ്രായമുള്ളൊരു കുഞ്ഞുണ്ടച്ചാ. സത്യ, നീ വളരെ സൂക്ഷിക്കണം മോനെ.